വർഷത്തിലൊരു പ്രാവശ്യം വരല്. നടക്കൂല അസുവോ? നിങ്ങളെ ഉസ്താദായ മതി എനിക്ക് തന്നെ പറ്റുമോ? ഇതിന്റെ മാതിരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കലാപരിപാടികൾ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഉസ്താദിൻ്റെ ചിലവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങോട്ട് വരാറ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് മൂലാരി ചിലവാണ് അല്ലേ അമ്മ? ഇവിടെ ഒരു വർഷത്തിലൊരു പ്രാവശ്യം അങ്ങനെ പള്ളിക്കല് രണ്ടാളുണ്ടാവും. വർഷത്തില് ഒരു പ്രാവശ്യം ഒന്നോ രണ്ടൊക്കെ ഒട്ടേ വരുള്ളൂ. മാക്സിമം ഒന്നേ വരുള്ളൂ. എല്ലാ വീടുകളിലും ഉണ്ടാവുക. അയാൾ വീട്ടിൽ പോകത്തല്ലേ. അപ്പോൾ അമ്മാൻ്റെ നൈസ് പത്തിരി ഉമ്മ കുഴച്ച് റൗണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനിതാ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പത്തിരി മാത്രമല്ല, ഉമ്മാൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ട് കേട്ടോ അല്ലേ? ഇറച്ചിൻ്റെ കറി ഇഡ്ഡലി ഉണ്ട് പഞ്ഞി പോലത്തെ. പിന്നെന്തമ്മ? ഇറച്ചി കറി. ഇറച്ചി ഇതാ തേങ്ങ വറുത്തരച്ചതും ഉണ്ട്. ഇറച്ചി പിന്നെ ഏതമ്മ? പിന്നെ ചട്നി. അപ്പം ഉമ്മ ഇതാ സ്പെഷ്യലി ചൂട്ടുന്നത് ഞാനവിടെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിലവിന് 2 ഉസ്താദുമാരാണ് ഉള്ളത്. വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വീടുകളുള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 2 ഉസ്താദുമാരുണ്ടെന്ന് പറഞ്ഞു. രാവിലെ അതുപോലെ തന്നെ നോമ്പ് വെച്ചിട്ടുണ്ട് ഉസ്താദ്. അപ്പോൾ രാത്രിക്കേക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വേണ്ട, എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉമ്മ 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ 2 ഐറ്റംസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്ന് നൈസ് പത്തിരി, അതുപോലെ തന്നെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഉസ്താദ്മാർക്ക് ഏതാണോ ഇഷ്ടം അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരാൾക്ക് കൊടുക്കില്ല, അത് നല്ല രീതിയിലുള്ള ഫുഡാണോ എന്നുള്ള ഒരു ഇതാണ് ഉമ്മാൻ്റെത്. ഉമ്മാക്ക് ഇനി ആർക്കായാലും അങ്ങനെ തന്നെയാണ്, നല്ല ഫുഡ് കൊടുക്കണം, നല്ല ഇതാക്കണം എന്നുള്ളൊരു ആളാണ് ഉമ്മ. എല്ലാവർക്കും അറിയും പോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫാമിലി വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാഷാ അല്ലാ, വേറൊരു സന്തോഷ വാർത്തയോട് പറയാനുണ്ട്. ഇന്നലെ നമുക്ക് 25K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഒരു ലൈഫിലെ ഓരോ ഡേയും അതുപോലെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഫാമിലി വ്ളോഗിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ ഫാമിലി വ്ളോഗിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ആ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും Q&Aയിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാനായാലും ഉമ്മയായാലും പണിയെടുക്കാൻ തുടങ്ങിയ നല്ല ഫാസ്റ്റിലാണ് എടുക്കുക. ഞങ്ങൾ രണ്ടുപേരും നല്ല സ്പീഡുള്ള ആൾക്കാരാണ്. കാരണം ഒരാളൊരു പണിയെടുക്കുമ്പോൾ മറ്റേ പണിയെടുക്കും. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. നമ്മളെപ്പോഴും പണിയെടുക്കാൻ നിന്നാൽ അതന്നെയായിരിക്കും നേരം. ചില ആളുകളുണ്ടാവും നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായാലും അതിങ്ങനെ സ്ലോയിൽ എടുക്കുന്നത്. അപ്പോൾ സ്ലോയിൽ എടുത്താൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തുടങ്ങിയ പണി ഒരു 10 മണിക്ക് തീരേണ്ടത് ഒരു 3 മണിയായാലും തീരൂല കേട്ടോ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പെട്ടെന്ന് ആ പരിപാടി എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ കിച്ചണിലെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് നോക്കാറ്. എല്ലാ പണിയും വേഗം എടുത്തിട്ട് ബാക്കിയുള്ള നേരം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും കേട്ടോ. ചില ആൾക്കാർ ആ ഒരു കുറച്ച് ടൈം തന്നെ അതിങ്ങനെ നീട്ടി വലിച്ചിങ്ങനെ കൊണ്ടുപോയണം അത് വൈകുന്നേരം ആക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ അതിലേക്ക് ബീഫ് കറിനായിട്ടിൽ ഒന്നുകൂടി മാച്ച് ആയിട്ടുള്ള ചട്നിയാണല്ലോ. അപ്പോൾ ചട്നി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ചില ആളുകൾക്ക് പല വെറൈറ്റി ചട്നി ആയിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന വൈറ്റ് ചട്നി തന്നെയാണല്ലേ തേങ്ങയുടെ. അപ്പോൾ അത് നമ്മൾ ഇഡ്ഡലിയൊക്കെ അത് അങ്ങനെ ഓരോ സെറ്റായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളത് ഉണ്ടാക്കി, അതാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർഷത്തിലൊരു പ്രാവശ്യം വരല്. ഇത് ഉസ്താദുമാരതാ. ഇത് രാവിലെ ഒരാൾക്ക് മതി, രാവിലെ രണ്ടാൾക്ക്. ഉച്ചക്ക് വേണ്ടെന്ന് വൈകുന്നേരം രാത്രി. അപ്പോൾ അതിന് എന്താ ഉണ്ടാക്കണം നമ്മള്? പുട്ടും ചപ്പാത്തി. അതിനിപ്പോൾ എല്ലാവരും പത്തിരി കൊടുത്തിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ പത്തിരിയെല്ലാം കൊടുക്കുക, അതല്ലേ ബാലൻസ് ഉണ്ടാവും. പള്ളിക്കലൊക്കെ അരി ഉണ്ടാവില്ലേ, നമുക്ക് കുറച്ച് പുട്ട് കൊടുക്കുക, അത്ര. ഉച്ചക്ക് വേണ്ടല്ലേ? ഉച്ചക്ക് വേണ്ട, സമാധാനം. അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരാൾക്കും അങ്ങനെ മൂന്നാള്. ഇനി എന്താ ചട്നിയോ ഒന്നുണ്ടാക്കണേ? ഒന്ന് ചട്നി, മറ്റേ ഇറച്ചിക്കറി ഇപ്പുണ്ട് വയ്ക്കുക. ഇപ്പോൾ നല്ല ബീഫ് വറുത്തരച്ച് കറിയുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നി ഉണ്ട്, തേങ്ങ ചട്നി. ചിക്കൻ പറ്റൂല ഉസ്താദിന്? നാട് കൈ പൊള്ളിക്കണ്ട. അപ്പോൾ ഇതുമ്മ എപ്പോഴും പറയും ഭക്ഷണം ഉണ്ടാക്കാനല്ല പണി, ഈ ഒരു തട്ടിൽ ഓരോന്ന് സെറ്റ് ചെയ്യാനാണ് പണി എന്ന് പറയും കേട്ടോ. ഉമ്മക്ക് അതാണല്ലോ ഏറ്റവും വലിയ ഭാരമായിട്ടുള്ള പണി. ഇതാ ഉമ്മതാ ഓരോ പാത്രത്തിലായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ പത്തിരിയാണ് വെച്ചിട്ടുള്ളത്, പിന്നത്തെ തട്ടിൽ നമ്മൾ ഇഡ്ഡലി വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഏറ്റവും പണിയുള്ള സംഭവം ഇതാണ്. പിന്നെ ഉമ്മാക്ക് ഇവിടെ പത്തിരി ഉണ്ടാക്കുന്ന ഭയങ്കര സിമ്പിളുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കും. ചില ആളുകൾക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര പണിയല്ലേ, പക്ഷെ ഇവിടുത്തെ ഉമ്മാക്ക് പെട്ടെന്ന് കഴിയുന്ന സംഭവമാണ്. ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ഹസ്സൂനും ഇവിടുത്തെ ഉപ്പാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും വേണ്ടിയില്ല. കറി വെച്ചാൽ ചായ ഫ്ലാസ്കിൽ ചായ അതിലൊരു തട്ട് ഒഴിവില്ലേലാക്കിയില്ല കേട്ടോ. ചായ അടിക്കുക, സ്കൂൾക്ക് പോകണം. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഉസ്താദിന് വൈകുന്നേരം കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ തുമ്പ നല്ല അടിപൊളി ഗ്രീൻ പീസ് കുറുമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ 2 വിഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മളെ നൂൽപുട്ടും, രണ്ടാമത്തേത് ചപ്പാത്തി. പിന്നെ ഉമ്മ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 2 നേരമാണ് നമുക്ക് പറഞ്ഞിട്ട്, ഒന്ന് രാവിലെ ഒന്ന് രാത്രി എന്ന് പറയാൻ കാരണം അയാൾ നോമ്പ് നോച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 5:30 വരും, 6 മണി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അയാൾ വരും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു 5-6 ചപ്പാത്തി ചുടുണ്ട്. പിന്നെന്താ അമ്മ? നൂൽപുട്ടൂല്ലേ? ചപ്പാത്തി തമ്മ ഒരു പാത്രത്തിന് ചപ്പാത്തി തമ്മ പരത്തുന്നത്. കാരണം ചപ്പാത്തി ഇങ്ങനെ പരത്താൻ എനിക്ക് കഴിയുമല്ലോ, പ്രസ്സിൽ പരത്താൻ എനിക്ക് കഴിയുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഇപ്പം മതിട്ടോ, ഉണ്ടാവുമ്പോൾ തേങ്ങ നല്ലോ പുള്ളി കൊട്ടൊറ്റ വെട്ടിയിതാക്കി ഗ്രീൻ പീസ് കുറുമ, ചപ്പാത്തി, അത് വയറ്റി വെച്ചിട്ട് ബീഫ് കറി. അതാണ് കേട്ടോ. ഉസ്താദ് ഇന്ന് നോമ്പ് വെച്ചോണ്ട് നമുക്ക് വൈകുന്നേരമാണ്, അല്ലെങ്കിൽ രാത്രി നോക്കിയാൽ മതി. പക്ഷെ ആള് ഈ ചെടി ഇത് തളച്ച പൊടി, ഇത് തുള്ളി വെട്ടി തളിച്ചില്ലേ, ഇത് ആവില്ലേ പൊടി വാടുന്ന ഞാനേ അസുവിനെ കൊണ്ടുവരട്ടമ്മ, പോയി വരാം. അപ്പോൾ ഇത് അസുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നടന്നു പോവാണ്. നമ്മളിവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അസുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് നടന്നു പോവാണ് കേട്ടോ. എന്നും ബൈക്കിലല്ല, ഇടയ്ക്ക് ഞാൻ നടന്നു പോവാറ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂനതാ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണല്ലേ, സ്കൂൾ വിട്ടാണ്ട്.
അല്ലേ? ഇന്ന് വണ്ടി എടുത്തില്ലേ ടമ്മി? നടക്കാൻ പറ്റൂലേ? നടക്കൂല അസുവോ? ഓടിപ്പോ നമ്മളെ വീടിതാ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനൊരു കയറ്റം കയറിയിട്ട് ആ ഒരു കയറ്റത്താണ് വീട്. ഇങ്ങനൊരു വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. ഹസുക്കുട്ടി ദേ ഹസുക്കുട്ടി. നോക്കൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ കട്ടിയാണ് കേട്ടോ ഒക്കെ എന്താ നിങ്ങളേ നൂൽപുട്ട് ഇതാക്കുന്നതിന് നിങ്ങൾക്ക് ഇതാ നെറ്റ്സ് കൊടുക്കുന്നു. ഇനി ആരോഗ്യമില്ല അറിയണ്ട. നൂൽപുട്ടേ ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് അറിയണ്ട. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഉമ്മാക്കും എനിക്കിത് ആക്കാനാ പണിയില്ലമ്മ. ആരോഗ്യമാണ്, നല്ല ആരോഗ്യമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് നൂൽപുട്ട് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞി ഓട്ടപാത്രത്തിലാണ് ചുട്ടെടുക്കാറ്. ചില ആൾക്കാർ ഇഡ്ഡലിത്തട്ടിൽ ചുട്ടെടുക്കും. ഓരോ രീതിയിലാണ് ഓരോ സ്ഥലത്ത് ചുട്ടെടുക്കാറില്ലേ. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു പാത്രത്തിലാണ് ചുട്ടെടുക്കാറ്. പിന്നെ ഇതാ ഒരു ഭാഗത്ത് ചപ്പാത്തി ചുടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് ആക്കി എടുക്കുകയാണ് നമ്മൾ. കാരണം ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ആൾ നിങ്ങളെ ഉസ്താദായാൽ മതി എനിക്ക് തന്നെ. എന്താ എന്ത് ടേസ്റ്റുള്ള ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടല്ലോ. സത്യം പറഞ്ഞാൽ ഉമ്മാന്റെ പണിക്കാരി അല്ലെങ്കിൽ ഉമ്മാന്റെ ഉസ്താദ്മാരെ കാണുന്ന ബെറ്റർ. ഒരുപാട് വെറൈറ്റി വിഭവം. ഇന്നത്തെ ബീഫ് കറിക്കും കുറുമക്ക് എന്താ ടേസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലേ? അതിലെല്ലാം ചേർത്തിന്. മറ്റേ നമ്മള് സ്പീഡ് കൂട്ടി വെക്കും. അപ്പൊ ഇറച്ചു നന്നാണം. ഇന്നലേക്ക് ഇറച്ചി നന്നായിട്ടാ ഉസ്താദന്മാർക്കായിട്ടൊന്നും ഞാൻ വെറുതെ അങ്ങനെ എന്താ പൊന്നുമോളെ നിങ്ങള്. അല്ല ചപ്പാത്തി രാവിലെ നമ്മള് പത്തിരി ആയതുകൊണ്ട് ഇന്ന് നൂൽപുട്ടാക്കി അല്ലേ. ഒരു ഉസ്താദ നോമ്പ് പറ്റുമ്മ? ഒരു ഉസ്താദ് നോമ്പ് പറ്റാ പിന്നെ മൊല്ലാക്കും ഒരു മൊല്ലാക്കുണ്ട്. ഉച്ചക്ക് ഇന്നൊരു പരിപാടിയായിട്ട് അങ്ങനെ ഇതായില്ലേ. ഉച്ചക്കില്ല. നല്ല രസമുണ്ട് കറിയൊക്കെ. അപ്പോൾ ഇത് ചപ്പാത്തിയൊക്കെ ഉമ്മ പരത്തി തന്നതാണ്. ഉമ്മാക്ക് കുഴൽ പരത്താൻ സിമ്പിളാണ്, പക്ഷെ എനിക്ക് കുഴൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഷേപ്പൊന്നും കിട്ടില്ല. എനിക്ക് പ്രസ്സിലേ പരത്താൻ പറ്റുള്ളൂ ചപ്പാത്തി. അപ്പോൾ ഇത് ഉമ്മ എനിക്ക് പരത്തിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ ഓരോരുത്തരെടുക്കുമ്പോൾ നമ്മൾ പണിയും കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ഇങ്ങനെ ചപ്പാത്തിയും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് റംലാൻ മാസം ഓർമ്മ വരിക കേട്ടോ. ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോമ്പിൻ്റെ പരിപാടികളൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നനച്ചുളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണുള്ളൂ. നമ്മൾ ഏകദേശം അടുപ്പിച്ചാണ് എല്ലാ ക്ലീനിങ്ങും ചെയ്യാറ്. കാരണം നമ്മൾ ഡെയിലി നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമല്ലേ. പിന്നെ നനച്ചുള്ളി എന്ന് പറയുമ്പോൾ പിന്നെ എക്സ്ട്രാ കുറച്ച് പണികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതാ നോമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമിലാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. പത്തിരി ആയിട്ടും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ടൈം ഭയങ്കര രസമായിരിക്കും അല്ലേ. ഇതിൻ്റെ മാതിരി എന്തറിയോ അമ്പുണ്ടാക്കില്ല കറ്റും ഇങ്ങനെ അവസാനം അതേമാതിരി ഒരു വടിയൊക്കെ ഈ ഇതന്മാരി കയറായിട്ട് അമ്പുണ്ടാക്കാം. അപ്പം ഇതിനോട് ഉണ്ടാക്കി തരാറ്. നമ്മളെ ഇവനിങ്ങിന് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. ഉസ്താദുമാരെ ചെലവായിരുന്നു. പാത്രത്തിലാക്കണം. ആ ടൈമിലാക്കുന്ന അവിടെ ഫുള്ള് അങ്ങനെയാ. വെറുതെ ഒരു മോഹം. ഇവനിങ്ങിന് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. വെറുതെ ഒരു മോഹം. 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 വെറുതെ ഒരു മോഹ
അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കൂടിയും കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു തട്ടുപാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ചെത്തിയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ ഒന്നില് പണിയെടുത്ത് ക്ഷീണിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞങ്ങള് സംതിങ് വാങ്ങുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. രസകരമായിട്ട് ഇങ്ങനെ പോയി ഓരോ കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നെക്സ്റ്റ് കാണുന്നവർ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.